യെസ്, നേരെ നോക്കിയിരുന്നോളൂ, എന്നാ മാത്രമേ മനസ്സിലാവുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ ഈ എൻ പോയിന്റും തന്നിട്ടുണ്ട്, ഈ എൻ പോയിന്റും ക്വസ്റ്റ്യനില് ഗിവൺ ആണ്. ഇവിടെ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെയുള്ള y 0 ആയിരിക്കും. ഇത് കിട്ടിയ മനസ്സിലായോ? എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് വിൽ ബി 0 അല്ലേ. ഇത് പഠിച്ചു വെച്ചോളൂ. ഞാൻ അറിയാത്തവർ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ 1 ആണ്, ഇവിടുത്തെ പേരെന്താ? 10. 2 ആണ് ഈ പേരെന്താ? 20. 3 ആണ് ഈ പേരെന്താ? 30. അങ്ങനെ പോവും. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് വിൽ ബി 0. ഇത് ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ഈ പോയിന്റ് നമുക്ക് അറിയില്ല. അറിയാത്ത ആളുകളെ മാത്സിൽ എന്താ കൊടുക്കുക? എക്സ്. സോ ഞാൻ ഇതിനെ എക്സ് എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം, ഞാനിപ്പോ ഇവിടെ ഒരു പേര് എഴുതുകയാണ്, എ പി ബി. എ പി എന്നതിന്റെ സ്ലോപ്പും പി ബി എന്നതിന്റെ സ്ലോപ്പും എ ബി എന്നതിന്റെ സ്ലോപ്പ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് സെയിം ലൈനിലുള്ള സ്ലോപ്പുകളെല്ലാം ഈക്വൽ ആയിരിക്കും എന്ന ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എ ബിയുടെ സ്ലോപ്പാ. പറ്റില്ലേ? ഞാൻ വെറുതെ ജസ്റ്റ് എയും ബിയും എഴുതിയിട്ട് എ ബിയുടെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കാണുന്നില്ല. 1 മൈനസ് 2. ചെയ്യണ്ട. ബി എത്രയാണ്? 6 3. ഇതിന്റെ സ്ലോപ്പ് ഒന്ന് പറഞ്ഞ നിങ്ങൾ. 3 മൈനസ് 2 എത്ര? 5 ബൈ 6 മൈനസ് 1 5. വാട്ട് ഈസ് ദ സ്ലോപ്പ്? 1. ഇത് ക്ലിയർ ആയോ? എ ബിയുടെ സ്ലോപ്പ് ഞാൻ കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? അടുത്തത് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എ പിയുടെ സ്ലോപ്പ്. എന്നാലേക്ക് ഈ എക്സ് കിട്ടുള്ളൂ. ഞാൻ എ പിയുടെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എ എത്രയാണ്? 1 മൈനസ് 2. പി എത്രയാണ്? എക്സ് 0. ഒന്ന് പറഞ്ഞതിന്റെ സ്ലോപ്പ്. ഇതിന്റെ സ്ലോപ്പ് ഒന്ന് പറഞ്ഞ. 0 മൈനസ് 2. വാട്ട് ഈസ് ആൻസർ? 0 മൈനസ് 2 എത്രയാണ്? 2 അല്ലേ. 0യിൽ നിന്ന് മൈനസ് ചെയ്യണം. -2. 2 മൈനസുകൾ വരുമ്പോ പ്ലസ് ആവും. ഇപ്പൊ 0 + 2 വരും. 0 + 2 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 0 + 2 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 2. അടുത്തൊന്ന് പറഞ്ഞ എക്സ് മൈനസ് 1 അല്ലേ. എക്സ് മൈനസ് 1. നിങ്ങൾക്കറിയാം ഈ രണ്ട് സ്ലോപ്പുകൾ എന്താണ്? ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ് രണ്ട് സ്ലോപ്പുകൾ ഈക്വൽ ആയത്? ഇൻ എ ലൈൻ, ഒരു ലൈനില് എല്ലാ സ്ലോപ്പുകളും ഈക്വൽ ആയിരിക്കും. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പുകൾ ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇത് ഒരേ ലൈനിലെ രണ്ട് സ്ലോപ്പുകളാണ്, അത് ഈക്വൽ ആണ്. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതെങ്ങനെ ഈക്വൽ ആണെന്ന് മനസ്സിലായത്? ഒരു ലൈനിലെ എല്ലാ സ്ലോപ്പുകളും ഈക്വൽ ആണ്. വേണം ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോളുണ്ടോ? ഇൻ എ ലൈൻ ഓൾ സ്ലോപ്സ് ആർ ഈക്വൽ. സോ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 1 × x - 1 എന്ന് പറഞ്ഞാൽ x - 1. ഒന്നുമില്ല. × 2 2. ഇതിന് x കാണാം. What is x? x എന്ന് പറയുന്നത് 3 കിട്ടും. സോ p യുടെ കോർഡിനേറ്റ് എന്താ കിട്ടുക? കോർഡിനേറ്റ്സ് ഓഫ് p എന്താ കിട്ടുക? 3 0 എന്ന് കിട്ടും. വെരി സിമ്പിൾ ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.